ഹലോ നമസ്കാരം. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഊണെന്ന് പറയുന്നൊരു വികാരമാണല്ലേ. നമ്മളിൽ എല്ലാവർക്കും തന്നെ പലർക്കും തന്നെ എത്ര തവണ ചോറ് കിട്ടിയാലും അത് വളരെ സന്തോഷമാണ്. 3 തവണ ചോറ് കൊടുത്താലും സന്തോഷത്തോടെ കഴിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഈ ചോറിന് നമുക്ക് എപ്പോഴും ഒരു ഒഴിച്ചുകറിയും കൂടെ കിട്ടിയാൽ വളരെ സന്തോഷമാകും. പക്ഷെ ഒരേതരം ഒഴിച്ചുകറി കിട്ടിയാൽ നമ്മൾ ശരിക്കും നമുക്കത് മടുപ്പാണ്. എന്നാൽ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറി നമുക്കുണ്ടാക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചൊരു മോരുകറിയാണ്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് 1 കപ്പ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ഒന്ന് പുഴുങ്ങി എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് വീണ്ടും വേണ്ടത് നല്ല കട്ട തൈരാണ്. അതിലേക്ക് ഞാൻ അല്പം കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക്, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് അളവ് നോക്കി വീണ്ടും ഇടണമെങ്കിൽ ഇടാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർക്കാം. ഇനി ഒരു അര സവോളയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക്, നമ്മുടെ മിൻറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കസൂരി മെത്തി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകാതെ. അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാ വീട്ടിൽ താളിക്കുന്ന എങ്ങനെയാണോ അതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിലേക്ക് കടുക് പൊട്ടി കഴിയുമ്പം അതിലേക്ക് ഒരല്പം ചെറിയ ഉള്ളി ചേർത്ത് ഞാൻ മുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ റോസാപ്പൂ ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ താളിച്ച് കഴിയുമ്പോഴേക്കും ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 2 സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു അടിപൊളി ടേസ്റ്റാണ്. കിടിലനാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചുകറിയായിട്ട് ഇത് കൂട്ടാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമുക്ക് നല്ലൊരു ഫ്ലേവർ വായിൽ വരും. ഞാനിപ്പോൾ കഴിച്ചതുകൊണ്ട് എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി കുക്കിംഗ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.